നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കിഴൂർ കാർത്തിയായനി ദേവി ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിൽ മോഷണം. കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ഓടിന്റെ ദേവി വിഗ്രഹം കവർന്നു. ശനിയാഴ്ച അർദ്ധരാത്രിയിലാണ് മോഷണം നടന്നത് എന്നാണ് നിഗമനം. ഞായറാഴ്ച പുലർച്ചെ 5 മണിയോടെ ക്ഷേത്രത്തിലെ മാനേജർ ചന്ദ്രൻ ക്ഷേത്ര കമ്മിറ്റി ഓഫീസ് തുറന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 2 അലമാരകൾ കുത്തിപ്പൊളിച്ച നിലയിലാണ്. ക്ഷേത്ര കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ദേവി വിഗ്രഹമാണ് കവർന്നത്. പൂരം കഴിഞ്ഞതിനാൽ ദേവസ്വം ക്ഷേത്ര ഭണ്ഡാരവരവ് എണ്ണി തിട്ടപ്പെടുത്തി കഴിഞ്ഞ ദിവസം കൊണ്ടുപോയിരുന്നു. സമിതി ഓഫീസിലെ പണം സെക്രട്ടറി വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇതിനാൽ പണം നഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ബിനേഷ് നെടിയേടത്ത് പറഞ്ഞു. കമ്മിറ്റി ഭാരവാഹികൾ വിവരം അറിയിച്ചതനുസരിച്ച് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മേഖലയിലെ നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു. പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന്റെ വാതിൽ തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് വിഗ്രഹത്തിൽ ചാർത്തുന്ന വെള്ളി ഗോളക കവർന്നു. ഭണ്ഡാരങ്ങളും തകർത്ത് പണം കവർന്നിട്ടുണ്ട്. ക്ഷേത്ര മേൽശാന്തി ഞായറാഴ്ച പുലർച്ചെ 5:30 നട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്ര ഭരണസമിതി നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. സമാധാനത്തോടെ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളത്തെ പിണറായി വിജയൻ മാറ്റി തീർത്തുവെന്ന് KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ. ഐക്യജനാധിപത്യ മുന്നണി ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയുടെ ഭാഗമായുള്ള പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുധീരൻ. കേരളം ഇന്ന് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയിലാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിലവാരം ഇത്രയുമേറെ കുതിച്ചുകയറിയ കാലമുണ്ടായിട്ടില്ല. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും കേരളം ഭരിക്കുന്ന മോദിയുടെ ഇരട്ട സഹോദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പിണറായിയും വിലക്കയറ്റത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്നു. ജനങ്ങളെ വീർപ്പുമുട്ടിക്കുന്ന വിലക്കയറ്റത്തിലേക്ക് എത്തിക്കുന്നതിന് പരസ്പരം മത്സരിക്കുകയാണ് ഇരുവരും. ഇന്ന് ജനങ്ങളുടെ മേൽ എത്രമാത്രം സാമ്പത്തിക ഭാരമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. വസ്തുനികുതി കൂട്ടി. ഒരു വീട് വെക്കണമെങ്കിൽ അതിന്റെ ഫീസ് വർദ്ധിപ്പിച്ചു. കുടിവെള്ളത്തിൽ നികുതി വർദ്ധിപ്പിച്ചു. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. ശരിക്കു പറഞ്ഞാൽ ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ സംസ്ഥാന ഭരണകൂടവും ത്രിതല പഞ്ചായത്ത് നഗരസഭാ സംവിധാനവും ചേർന്ന് ഒരുക്കിയിരിക്കുകയാണെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. നരേന്ദ്രമോദി പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട സംസ്ഥാന നികുതി ഒഴിവാക്കാൻ ഞങ്ങളൊന്ന് തീരുമാനിച്ചു. ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ തീരുമാനിച്ചു. പാർട്ടിയുമായി മുന്നണിയുമായി ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനിച്ചു. അതിൻ്റെ ഇളവുകൾ ജനങ്ങൾക്ക് നൽകി. അതിൻ്റെ പേരിൽ സാമ്പത്തിക ബാധ്യത ജനങ്ങൾക്ക് വരാതെ ഉമ്മൻചാണ്ടി UDF ഭരണകൂടം ശ്രദ്ധിച്ചു. പിണറായി എന്താണ് ചെയ്തത്? നരേന്ദ്രമോദി പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചു. കുക്കിംഗ് ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചു. നമ്മുടെ സഹോദരിമാർ ഇവിടെയുണ്ട്, അമ്മമാരുണ്ട്. 400-ൽ പരം രൂപയായിരുന്ന കുക്കിംഗ് ഗ്യാസ് എവിടം വരെ എത്തിയെന്ന്. ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ലോകവ്യാപകമായി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നരേന്ദ്രമോദി പെട്രോളിന്റെയും ഡീസലിന്റെയും വില ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ പിണറായി എന്താ ചെയ്തത്? ഉമ്മൻചാണ്ടി ചെയ്തതുപോലെ അതിന്റെ ഫലമായി സംസ്ഥാന നികുതി വേണ്ടെന്ന് വെക്കാനല്ല തീരുമാനിച്ചത്. സംസ്ഥാന നികുതി ഏർപ്പെടുത്തി എന്ന് മാത്രമല്ല, അതിനു പുറമെ ഒരു സെസ് ഏർപ്പെടുത്തി അധിക സാമ്പത്തിക ഭാരം ഏൽപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ചൂണ്ടൽ ഡിവിഷൻ സ്ഥാനാർത്ഥി ലീല രാമകൃഷ്ണൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ആന്റോ പോൾ, അഡ്വക്കേറ്റ് അഖിൽ ബാബുരാജ്, സിന്ധു സന്തോഷ്, ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ എന്നിവർ അണിനിരന്ന് തൂവാനൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച തെരഞ്ഞെടുപ്പ് റാലി ആവേശമായി. 100 കണക്കിന് പ്രവർത്തകരാണ് റാലിയിൽ അണിനിരന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന പ്രകടനം കേച്ചേരിയിൽ സജ്ജമാക്കിയ സമ്മേളനവേദിയിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പൊതുസമ്മേളനത്തിൽ കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി മുഖ്യപ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി CT പോൾ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി VU മുസ്തഫ, CMP ഏരിയ സെക്രട്ടറി KS ബെന്നി, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് P മാധവൻ എന്നിവർ സംസാരിച്ചു.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാട്ടകാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. പഴഞ്ഞി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകരും സ്ഥാനാർത്ഥികളുമായി വാദ്യാഘോഷങ്ങളോടെ ആരംഭിച്ച റാലി ചിറക്കൽ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF ഭരണത്തിൽ സംസ്ഥാനത്തെ സമസ്ത മേഖലകളിലും വന്ന പുരോഗമനവും വികസനവും ഇടത് തുടർഭരണം സുനിശ്ചിതമാക്കിയിരിക്കുകയാണെന്ന് MLA പറഞ്ഞു. തുടർന്ന് LDF പ്രകടന പത്രികയുടെ പ്രകാശനവും MLA നിർവഹിച്ചു. യോഗത്തിൽ LDF നേതാക്കളായ TC ചെറിയാൻ, PK രവീന്ദ്രൻ, EM സതീശൻ, MN സത്യൻ, അബ്ദുൾ ജലീൽ, പ്രേംരാജ് ചൂണ്ടലാത്ത്, NK ഹരിദാസൻ, MV പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. LDF പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. BJP NDA വേലൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുൻ DGP ജേക്കബ് തോമസ് IPS ഉദ്ഘാടനം ചെയ്തു. BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K സനിൽകുമാർ അധ്യക്ഷനായി. 10 വർഷം തുടർഭരണം നടത്തിയ LDF വേലൂരിന്റെ വികസന പ്രവർത്തനങ്ങൾ മുരടിപ്പിച്ചുവെന്നും ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രോത്സാഹനം നടത്തേണ്ട പ്രതിപക്ഷമായ UDF നിഷ്ക്രിയമായിരുന്നുവെന്നും BJP ആരോപിച്ചു. ചടങ്ങിൽ പ്രകടന പത്രികാ പ്രകാശനവും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുകയും ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, കർഷക മോർച്ച സംസ്ഥാന സമിതി അംഗം ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, വാർഡ് മെമ്പർ രേഷ്മ സുധീഷ്, SSC മോർച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ, ജില്ലാ കമ്മിറ്റി മെമ്പർമാരായ അശോകൻ മമ്പറമ്പിൽ, മണികണ്ഠൻ കോട്ടപ്പടിക്കൽ, പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ, മണ്ഡലം വൈസ് പ്രസിഡന്റ് മുകുന്ദൻ വേലൂർ തുടങ്ങിയവർ സംസാരിച്ചു. LDF കടങ്ങോട് പഞ്ചായത്ത് പ്രകടന പത്രികയുടെ പ്രകാശനം സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സത്താർ നീണ്ടൂർ അധ്യക്ഷനായി. ജനകീയം, ജനപക്ഷം, സുതാര്യം, അഴിമതിരഹിതം, ദീർഘവീക്ഷണം എന്നീ ശീർഷകത്തിലുള്ള പ്രകടന പത്രികയിൽ കൃഷി, മൃഗസംരക്ഷണം, പാർപ്പിടം, കുടിവെള്ളം, വയോജനം, ഭിന്നശേഷി, കലാസാംസ്കാരികം, കായികം, ആരോഗ്യം തുടങ്ങി വിവിധ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. LDF നേതാക്കളായ PS പ്രസാദ്, MP റഫീഖ് തങ്ങൾ, ഫ്രാൻസിസ് കൊള്ളന്നൂർ, അഡ്വക്കേറ്റ് KM നൌഷാദ്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മീന സാജൻ, ബ്ലോക്ക് വാർഡ് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. UDF എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. മങ്ങാട് പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് നിന്ന് ആരംഭിച്ച റാലി കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, DCC സെക്രട്ടറി ബിജോയ് ബാബു, DCC എക്സിക്യൂട്ടീവ് അംഗം PS സുനീഷ്, MK ജോസ്, ഷാജൻ കുണ്ടന്നൂർ എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ജനസമക്ഷം മാഗസിൻ പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ചൂണ്ടൽ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ലീല രാമകൃഷ്ണൻ കടങ്ങോട് പഞ്ചായത്തിൽ പര്യടനം നടത്തി. വെള്ളറക്കാട് ശ്രീരാമസ്വാമി ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച പര്യടനം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. DCC സെക്രട്ടറി VK രഘുസ്വാമി, സജീവ് ചാത്തനാത്ത്, MS ബഷീർ, KC ഹംസ, ഗിന്നസ് സത്താർ ആദൂർ, രഞ്ജു താരു, PC ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് സ്ഥാനാർത്ഥികളും പര്യടനത്തിൽ പങ്കെടുത്തു. പുലിയന്നൂരിൽ നടന്ന UDF വേലൂർ പഞ്ചായത്ത് പൊതുയോഗം മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ ഫ്രെഡി ജോൺ അധ്യക്ഷനായി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ലീല രാമകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ആൻഡോ പോൾ, PP യേശുദാസ്, മഞ്ജുഷ ടീച്ചർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് PK ശ്യാംകുമാർ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികളെ VM സുധീരൻ ഹാരാർപ്പണം നടത്തി. വാർഡിൽ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളെ കൊണ്ട് കൃഷിയിടത്തിൽ വിത്തിറക്കി യുവ കർഷകൻ. എടക്കഴിയൂർ 4-ാം കല്ല് കളത്തിൽ ഫൈസലാണ് തന്റെ കൃഷിയിടത്തിലെ വിത്തിറക്കലിൽ വാർഡിലെ 3 സ്ഥാനാർത്ഥികളെയും പങ്കെടുപ്പിച്ചത്. LDF സ്ഥാനാർത്ഥി ഷൈമജ നസീർ, UDF സ്ഥാനാർത്ഥി ഐഷ സാദിഖ്, BJP സ്ഥാനാർത്ഥി സിന്ധു പ്രകാശൻ എന്നിവർ ചേർന്നാണ് വിത്തിറക്കൽ നടത്തിയത്. കഴിഞ്ഞ 15 വർഷമായി ഫൈസൽ കൃഷിയിൽ സജീവമാണ്. പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡും മെഡിമിക്സ് നൽകുന്ന കർഷക അവാർഡും ഫൈസലിനെ തേടിയെത്തിയിട്ടുണ്ട്. 50 സെന്റ് സ്ഥലത്ത് വിവിധ സീസണുകളിലായി കൂർക്ക, പടവലം, കുക്കുംബർ, ചീര, കപ്പ തുടങ്ങി കൃഷികൾ ചെയ്യാറുണ്ട്. പയർ കൃഷിയാണ് ഫൈസൽ ഇത്തവണ ചെയ്യുന്നത്. പൊതുസമൂഹത്തിനായി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുവേണ്ടി സമൂഹമാധ്യമങ്ങളിലൂടെ കൃഷിരീതിയെക്കുറിച്ച് വിവരണം നടത്താറുമുണ്ട്. കൂടാതെ നല്ല ഇനം വിത്തുകൾ സമൂഹ മാധ്യമം വഴി വിൽപ്പന നടത്തുന്നുമുണ്ട്. സ്ഥാനാർത്ഥികളെ കൊണ്ട് വിത്തിറക്കി 100 മേനി കൊയ്യാം എന്ന പ്രതീക്ഷയിലാണ് ഫൈസൽ. 15 വർഷമായിട്ട് ഞാൻ ഈ മേഖലയിലുണ്ട്.
ഓരോ സമയത്തും കൃഷി ഇറക്കുമ്പോഴും കൃഷി ഓഫീസർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെയാണ് വിളിക്കാറ്. ഇപ്രാവശ്യം ഞാനൊന്ന് മാറ്റി ചിന്തിച്ച് നമുക്ക് നമ്മളെ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഇവരെ വിളിച്ചത്. ഇത്തവണ ഞാൻ ഇടാൻ പോണത് അർക്കമംഗളം എന്ന് പറഞ്ഞൊരു പയറാണ്. വിത്തിട്ട് 28ാമത്തെ ദിവസം പോയിട്ട് 40ാമത്തെ ദിവസം വിളവെടുക്കാൻ പറ്റുന്ന ഒരു പയറാണ് അർക്കമംഗളം. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഞാനത് കൃഷി ചെയ്യാൻ പോകണം. ചൊവ്വന്നൂർ BRCയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ഭിന്നശേഷി വാരാചരണത്തിന്റെ സമാപന ചടങ്ങ് സംഘടിപ്പിച്ചു. സാമൂഹ്യ പുരോഗതിക്കായി ഭിന്നശേഷി സൗഹൃദ സമൂഹത്തെ വളർത്തിയെടുക്കാം എന്ന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൊൻതാരകങ്ങൾ 2K25 എന്ന പേരിൽ സമാപന ചടങ്ങ് സംഘടിപ്പിച്ചത്. കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ അനീഷ് ലോറൻസ് അധ്യക്ഷനായി. SSK തൃശൂർ ജില്ലാ പ്രോഗ്രാം ഓഫീസർ KB ബ്രിജി പദ്ധതി വിശദീകരണം നടത്തി. കുന്നംകുളം IMA പ്രസിഡന്റും തൃശൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടുമായ ഡോക്ടർ താജ്പോൾ പനക്കൽ, കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കൂബ് OIC, കുന്നംകുളം ഉപജില്ലാ HM ഫോറം ജോയിന്റ് കൺവീനർ ഷീജ രാഘവൻ, ക്ലസ്റ്റർ കോർഡിനേറ്റർ മെർലി സി മാത്യു, BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ CF പ്രിജി, CJ ജോബിൾ എന്നിവർ സംസാരിച്ചു. ചൊവ്വന്നൂർ BRCയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ 2 ഷോർട്ട് ഫിലിമുകളുടെ സ്വിച്ച് ഓൺ കർമ്മം KG ബ്രിജി, ഷീജ രാഘവൻ എന്നിവർ ചേർന്ന് നടത്തി. സംസ്ഥാന ഇൻക്ലൂസീവ് സ്പോർട് മീറ്റ്, സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം, സ്കൂൾ തലത്തിൽ നടത്തിയ രചനാ മത്സരങ്ങൾ എന്നിവയിൽ പങ്കെടുത്ത് വിജയികളായ കുട്ടികളെ ആദരിച്ചു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കലാപരിപാടികൾ, സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറി. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ BRC പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നും 140 കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു. മഞ്ഞ് പെയ്ത പോലെ പൂത്തുലഞ്ഞ് മണിമുല്ല. അരിയന്നൂർ സ്വദേശി വർഗീസിന്റെ വീട്ടുമുറ്റത്താണ് സൗരഭ്യം പരത്തി മണിമുല്ല പൂത്തുലഞ്ഞ് നിൽക്കുന്നത്. പൂക്കൾ കൊണ്ട് മേലാപ്പുരുക്കി കാഴ്ചവിരുന്നൊരുക്കിയാണ് മണിമുല്ല പൂവിട്ട് നിൽക്കുന്നത്. കാർഷിക വൃത്തിയിൽ തൽപരനായ വർഗീസ് വയനാട്ടിൽ നിന്നും കൊണ്ടുവന്ന് നട്ട മണിമുല്ലയാണ് ഇപ്പോൾ വെണ്മയാർന്ന പൂക്കൾ കൊണ്ട് പന്തലൊരുക്കിയിട്ടുള്ളത്. ഇലകളെ മറിച്ച് വെണ്മ പൊഴിക്കുന്ന പൂക്കൾ പരിസരങ്ങളുടെ ആകെ ശ്രദ്ധ തന്നിലേക്ക് ആവാഹിച്ച് മന്ദസ്മിതം വിതറുകയാണ് ഇവർ. കാഴ്ചരസം പകരുന്ന അപൂർവതയാണ് ഇവിടെ മുട്ടിട്ട് നിറഞ്ഞിരിക്കുന്നത്. മണിമുല്ല എന്നും നാഗമുല്ലയെന്നും ഇവ അറിയപ്പെടുന്നുണ്ട്. നവംബർ ഡിസംബർ മാസങ്ങളിലായി വസന്തം സമ്മാനിക്കുന്ന വള്ളിച്ചെടിയാണ് മണിമുല്ല. ഇവ പൂത്തയിടത്തിലെ പ്രഭാതങ്ങൾക്ക് ഇപ്പോൾ പൂക്കളുടെ നറുമണമാണ്. ഈ വസന്തകാലത്തിന്റെ യഥാർത്ഥ ആസ്വാദകർ കുഞ്ഞിക്കിളികളും തേനീച്ചകളും പൂമ്പാറ്റകളുമാണ്. നാഗമുല്ലയുടെ വസന്തകാലം മുൻകൂട്ടി അറിഞ്ഞ് തേൻകൊതിയോടെ വള്ളികളിൽ തന്നെ കൂടൊരുക്കുന്ന ചെറുകിളികളും കാണാം. ചെറു തണുപ്പുള്ള രാത്രികളുടെ അവസാനത്തിൽ വെളിച്ചം വന്ന് എത്തി നോക്കുന്നിടത്താണ് തേന്മണം പൊഴിച്ചുകൊണ്ടിവ കണ്ണു ചിമ്മി നിറയുക. കൊഴിഞ്ഞു പോകുന്നതിനേക്കാൾ എണ്ണത്തിലേറെയുണ്ടെന്ന ഉറപ്പോടെ നാഗമുല്ല തൊട്ടടുത്ത നാൾ മുട്ടുകളെ പെറ്റിടുകയും ചെയ്യും. മണിമുല്ല പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ച ഏതൊരാൾക്കും മനസ്സിന് കുളിർമയുള്ള കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരള BRC മുല്ലശ്ശേരിയുടെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി സെന്റ് ജോസഫ് LP സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ സെമിനാർ നടത്തി. മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. BPC PS സംഗീത അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ പൗളിൻ ഭിന്നശേഷി ദിന സന്ദേശം നൽകി. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ ജാസ്മിൻ താവു, ലീന, ജൂസ്ന, സെലിൻ, സ്റ്റഫി, ജിംസി എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരി BRCയുടെ കീഴിലുള്ള വിദ്യാലയങ്ങളിലെ രക്ഷിതാക്കൾ സെമിനാറിൽ പങ്കെടുത്തു. ശേഷം ഭിന്നശേഷി സൗഹൃദ സമൂഹം സൃഷ്ടിക്കാൻ പരിശ്രമിക്കുമെന്ന പ്രതിജ്ഞയും എടുത്തു.
കാട് പിടിച്ചു കിടന്നിരുന്ന പറമ്പ് വൃത്തിയാക്കുന്നതിനിടെ മലമ്പാമ്പിനെ പിടികൂടി. വാഗ AKG റോഡിലുള്ള കണ്ണഞ്ചേരി മോഹൻദാസിന്റെ വീടിന് സമീപത്ത് കുന്നംകുളം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ നിന്നാണ് 6 അടിയിലേറെ നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടിയത്. ഇര വിഴുങ്ങിയ നിലയിലായിരുന്നതിനാൽ പാമ്പിന് വേഗത്തിൽ ഇഴഞ്ഞു പോകാനാകാത്ത സ്ഥിതിയായിരുന്നു. പ്രദേശവാസികളായ ഉല്ലാസ്, ബിനീഷ് എന്നിവർ ചേർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം പാമ്പിന് ഇഴഞ്ഞു പോകാൻ കഴിയാത്ത വിധം കെട്ടിയിടുകയായിരുന്നു. പിന്നീട് ഫോറസ്റ്റ് അധികൃതരെത്തി മലമ്പാമ്പിനെ കൊണ്ടുപോവുകയും ചെയ്തു. ചരമം. വേലൂർ കുറുവന്നൂർ വടക്കൻ വീട്ടിൽ റോസ് നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം തണ്ടിലം സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. പരേതനായ ഔസേപ്പാണ് ഭർത്താവ്. പോൾ, ഫിലോമിന, സണ്ണി, വിൻസെന്റ്, ഡെയ്സി, ലൂവിസ്, പരേതയായ ലില്ലി എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.